അമേരിക്കയിലെ വിസ്കോൺസിൻ മേഖലയിലുണ്ടായ ശക്തമായ ചുഴലിക്കാറ്റിൽ ചരിത്രപ്രസിദ്ധമായ സെന്റ് ജോസഫ് കത്തോലിക്ക ദേവാലയത്തിൽ വൻ നാശനഷ്ടം. ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടെ ഈസ്റ്റ് ബ്രിസ്റ്റോൾ മേഖലയിലുണ്ടായ അതിശക്തമായ കാറ്റിൽ പള്ളിയുടെ മേൽക്കൂരയുടെ പകുതിയോളം ഭാഗം പൂർണ്ണമായും തകർന്നു. പള്ളിയുടെ മേൽക്കൂരയുടെ പ്രധാന ഭാഗങ്ങൾ ചുഴലിക്കാറ്റിൽ തകർന്നതോടെ അൾത്താരയും പള്ളിക്കകത്തെ ഇരിപ്പിടങ്ങളും മഴയിലും കാറ്റിലും നശിച്ചു. പള്ളിയുടെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച ദൃശ്യങ്ങൾ പ്രകാരം അൾത്താരയ്ക്ക് സമീപം അവശിഷ്ടങ്ങൾ കുന്നുകൂടി കിടക്കുകയാണ്. പള്ളിക്കകത്തെ വിളക്കുകൾ തകർന്ന് നിലത്ത് വീണ നിലയിലാണ്. മേഖലയിൽ ടൊർണാഡോ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സമയത്താണ് അപകടമുണ്ടായത്. ചുഴലിക്കാറ്റ് പള്ളിയെ നേരിട്ട് ബാധിച്ചതാകാമെന്നാണ് പ്രാദേശിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 1890-ലാണ് ഈ ദേവാലയത്തിന്റെ നിർമ്മാണം പൂർത്തിയായത്. പ്രശസ്ത സ്വിസ് അമേരിക്കൻ ആർക്കിടെക്ട് ഹെൻറി മെസ്മറാണ് ഗോത്തിക് റിവൈവൽ ശൈലിയിലുള്ള ഈ പള്ളി രൂപകൽപ്പന ചെയ്തത്. വിസ്കോൺസിൻ ഹിസ്റ്റോറിക്കൽ സൊസൈറ്റിയുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള ഈ ചരിത്ര സ്മാരകം ഡെയിൻ കൗണ്ടിയിലെ കത്തോലിക്ക വിശ്വാസികളുടെ പ്രധാന കേന്ദ്രമാണ്. മാഡിസൺ രൂപതയുടെ ഭാഗമാണ് ഈ ഇടവക. തലമുറകളായി വിശ്വാസികൾക്ക് തണലേകിയ ഈ ദേവാലയത്തിനുണ്ടായ നാശനഷ്ടങ്ങളിൽ ഞങ്ങൾ അതീവ ദുഃഖിതരാണെന്ന് രൂപത പ്രസ്താവനയിൽ അറിയിച്ചു. രൂപതയുടെ കൺസ്ട്രക്ഷൻ വിഭാഗവും ഇൻഷുറൻസ് പ്രതിനിധികളും സ്ഥലത്തെത്തി നാശനഷ്ടങ്ങൾ വിലയിരുത്തി വരികയാണ്. അതേസമയം പള്ളി പുനർനിർമ്മിക്കുന്നതിനായി വിശ്വാസികളുടെ പ്രാർത്ഥനയും സഹായവും രൂപത അഭ്യർത്ഥിച്ചു. മേഖലയിൽ കനത്ത മഴയും കാറ്റും തുടരുന്നതിനാൽ ജാഗ്രത പാലിക്കാൻ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.